ജനനം മരണം നമുക്ക് എന്താ ഒരു വിധിയാണ്. അത് നമ്മൾ പോയി പ്രഡിക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. സഹിക്കാൻ പറ്റാവുന്ന ഇത്ര വേദന ഉണ്ടായിരുന്നു. ആ കുറച്ച് ടൈം ആണെങ്കിലും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവത്തില്ല. ചില സ്ത്രീകൾ റയർ കേസസ് ആണ്. ഇവളെ കണ്ടപ്പോൾ അവൻ്റെ ഫേസിലുണ്ടായ ആ ചിരിയാണ് എൻ്റെ ഒരു വേദന ഉണ്ടാവും. അസഹ്യമായ വേദന. എൻ്റെ സങ്കടങ്ങളിലും ഉണ്ടായിരുന്നു, സന്തോഷത്തിലും എല്ലാത്തിലും ഇച്ചാഴ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സങ്കടം വരും എനിക്ക്. ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ്. ദിസ് ഇസ് മീ ജോമിയാൻ നിർമ്മൽ. ഇന്ന് നമ്മുടെ പാർട്ട് 2 ഡെലിവറി സ്റ്റോറിയാണ് പറയാൻ പോണത്. പാർട്ട് 2 സേറയുടെ ഡെലിവറി സ്റ്റോറിയാണ്. ഇന്നാണ് എൻ്റെ സേറമോള് എൻ്റെ വയറ്റിലായത്. അന്ന് മുതൽ സേറയുടെ ഡെലിവറി ആയ ദിവസം വരെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സേറ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സ്റ്റിൽ അവൾ നമുക്ക് സർപ്രൈസ് തന്നുകൊണ്ടിരിക്കുകയാണ്. സയാൻകുട്ടിന് 4 മാസം ആയിരിക്കുകയാണ്. അത് സൈക്കുട്ടിന് 4 മന്തായി ജനിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ പ്രഗ്നൻ്റ് ആവുമെന്ന് കേട്ടോ. ഇച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പീരീഡ്സ് കിട്ടിയിട്ടില്ല 2 മാസമായിട്ട്. ഇച്ചെന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ട് വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും അല്ല എന്നൊക്കെ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു. നീ വാങ്ങിച്ചിട്ട് വാന്ന് ഞാൻ ഇച്ചാനോട് പറഞ്ഞു. എന്താ പറയുക, ടോയ്ലറ്റിൽ പോയിട്ട് സംഭവം യൂറിൻ എടുത്തിട്ട് വെച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് എൻ്റെ കുറച്ച് പണിയൊക്കെ ഞാൻ എടുക്കണേണ്. അത് കഴിഞ്ഞിട്ട് അലക്കി സയാൻ്റെ ഡ്രസ്സൊക്കെ എന്തോ വാഷ് ചെയ്യണമായിരുന്നു. വാഷ് ചെയ്തതിന് ശേഷം അതൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് ആ സാധനം എടുത്തപ്പോൾ സ്റ്റക്കായി പോയി ഗൈസ്. 2 വരെ ഗൈസ്, 2 വരാന്ന് പറയുന്ന നേരത്ത് സേറമോളായി. ഇച്ചാൻ്റെ അടുത്ത് തന്നെ ഇച്ചാൻ തകർന്നു വീഴും. കാരണം 4 മാസമായിട്ട് ഉറക്കമില്ലാത്ത രാത്രി. സയാന് ഫുഡ് കൊടുക്കാൻ പോലും ഞങ്ങൾക്കറിയില്ല. എന്ത് കൊടുത്താലും ആ കൊച്ചു തുപ്പിക്കളയും. രാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കമേ ഇല്ല, നമ്മളെ ഉറക്കത്തേ ഇല്ല അവൻ. അപ്പോൾ സോ എന്തായാലും ഇച്ചായൻ നല്ലപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് 4 മാസമായിട്ട്. ഞാൻ ഇച്ചായനെ കിടന്ന് പങ്കപ്പാട് തന്നെയാണ്. ആ സമയത്താണ് രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് ഞാൻ ഇച്ചായനോട് പറയാൻ പോണത്. ഇച്ചായൻ വിശ്വസിക്കണില്ല. ഒന്ന് പോജോക്കണം വേഷം കെട്ടല്ലേ, കളിക്കല്ലേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു അതെ നീ നോക്ക്, നീ കിറ്റ് നോക്കെന്ന് പറഞ്ഞു. ഇച്ചായൻ കുറച്ചു നേരം നിൽക്കണ മനുഷ്യനായിരുന്നു. താഴത്ത് കുത്തി ഇങ്ങനെ ഇരുന്ന് നമ്മളിന്നെ എന്ത് ചെയ്യുമെന്ന്. ആക്ച്വലി ഞങ്ങൾക്ക് ഒരു 28 വയസ്സല്ലേ ചെയ്യാ, 27 വയസ്സ്, 27 അല്ല 28 വയസ്സ് ഞങ്ങൾക്ക് 2 പേർക്ക് ആയിട്ടുള്ള. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും. ഞങ്ങൾക്ക് ആക്ച്വലി സയാനെ കണ്ടത് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയമാണ്. അപ്പോൾ സോ വേഗം ആയി, സെറമോള് വേഗം വരികയും ചെയ്തു. ഞങ്ങൾ 2 പേരും എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു ഗൈസ്. ഞങ്ങളെടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടം. ഇപ്പോഴും എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ അവൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ കെയർ ചെയ്ത കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അവളെ ഒരുപാട് കെയർ. അപ്പോൾ ചേട്ടൻ പറയാറുണ്ട് നിൻ്റെ മൂത്ത വയസ്സിനോട് നിനക്ക് ഇത്ര സ്നേഹമില്ലല്ല എങ്ങനെ ചോദിക്കാറുണ്ട്. അതിൻ്റെ റീസൺ ചിലപ്പോൾ ഞാനെടുത്ത ഒരു തെറ്റായ തീരുമാനം, എൻ്റെ ഉള്ളിലുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്തുണ്ടായ ഒരു സങ്കടമായിരിക്കാം. ഞാനും ഇച്ചാൻ്റെ അടുത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് അബോർഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു സേറമോളോ. ഇപ്പോൾ അവൾക്ക് 1.25 വയസ്സായിട്ട് ഗൈസ്. ഇപ്പോഴും സങ്കടം വരും എനിക്ക്. കൂടെ പോട്ടെ സാരില്ല എടി. ആ എക്സ്പീരിയൻസ് അല്ല അവളിപ്പോ എത്ര ആക്റ്റാ നോക്ക്. ഓക്കേണാ? ഞാൻ കൂളായിട്ടല്ല പറഞ്ഞിട്ട്. ഓക്കെ 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 അല്ല അവിടെ ഉണ്ടല്ല. അപ്പം ഞങ്ങളെടുത്ത ഡിസിഷൻ അതായിരുന്നു, അബോർഷൻ ചെയ്യാമെന്ന് ഞങ്ങൾ ഡിസിഷൻ എടുത്തു. ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങൾ ആരോടും ഷെയർ ചെയ്തില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ആദ്യം തന്നെ ഞങ്ങൾ എന്തായാലും ബേബിനെ കണ്ടിന്യൂ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചായിരുന്നു. കാരണം 4th മന്ത് ബേബി ആയതുകൊണ്ട് അവന് പാൽ കൊടുക്കണേ വേണമല്ലോ. അപ്പോൾ എന്തെങ്കിലും സൈക്കോട്ടിനും ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഞാനും ഹെൽത്ത് വൈസ് ഓക്കെ ആയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തത്. ഞങ്ങൾ പരസ്പരം മ്യൂച്വലി ആ കുഞ്ഞായതുപോലുള്ള സന്തോഷം പോലും അത് ആ മൊമെൻറ്റിൽ ചിന്തിക്കാണ്ട് ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തിട്ട് ഞങ്ങൾ നേരെ ലക്ഷ്മി ഹോസ്പിറ്റലിലോട്ട് പോയി പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അങ്ങനെ ഞങ്ങൾ ചെയ്ത് കൊടുക്കില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആ ചെയ്ത് കൊടുക്കില്ലെന്ന്. പക്ഷേ അവരെൻ്റെ അടുത്ത് 1 മിനിറ്റ് ഞാൻ പറയണ കേൾക്കാവോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ പറഞ്ഞു. കുഞ്ഞ് അയക്കണല്ലേ, ഹെൽത്ത് വൈസ് തന്നെ ഓക്കെ ആണെങ്കിലും ബേബിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അതും ഒരു കുഞ്ഞല്ലേ,
കുഞ്ഞും അതും ഒരു ജീവനെ. ഇപ്പം നീ ആദ്യത്തെ വാവേനെ എന്തോരം കൺസിഡർ ചെയ്യുന്നു, അതുപോലെ തന്നെ ആ കുഞ്ഞും വലുതാകുമ്പോൾ കൺസിഡർ ചെയ്യില്ല. കുഞ്ഞ് വയറ്റിലായതുകൊണ്ട് നീ കാണാത്തതുകൊണ്ടാണോ കൺസിഡർ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. ശരിയല്ലേ, ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ അത്രയും 9 മാസത്തോളം ഒരുപാട് കഷ്ടപ്പെട്ട് പ്രസവിച്ചപ്പോൾ ആ സയാനെ ഞാൻ എന്തോരം ഏത് മൊമെൻറ്റിലാണ് സയാൻ എടുക്കുകയും പാൽ കൊടുക്കുകയും രാത്രി ഉറക്കമില്ലാണ്ടാണെങ്കിലും അവൻ ഒന്ന് ചുമക്കുമ്പോഴോ കരയുമ്പോഴൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഒരു ബേബി അല്ലേ വരണം. ആ കൊച്ചിനെ എന്താ കൺസിഡർ ചെയ്തത്, കാണാത്തതുകൊണ്ടാണോ കൺസിഡർ ചെയ്യാത്തതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടുത്താണ്. ഓക്കെ ആവില്ല എന്ന് ഞങ്ങൾ അല്ല, ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന രീതി കൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറഞ്ഞു. പറഞ്ഞു ഹസ്ബൻഡിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഇച്ചാനോട് സംസാരിച്ചു തോന്നല്ലേ. ഇച്ചാനോട് സംസാരിച്ചു. നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണ മുമ്പ് തന്നെ എന്തായാലും ഡിസിഷൻ എടുത്തു, കുഞ്ഞിനെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും. അതിവൺ ആര് പറഞ്ഞാലും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും, ബേബിനെ എന്തായാലും ക്യാരി ചെയ്യും. പിന്നെ ഞങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള മൊമെൻറ്റ് ആയിട്ട് പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലേ, ക്യാരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ സൈക്കോട്ടിനുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഹെൽത്ത് വൈസ് ഒന്നും കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സമയം മാറ്റിവെക്കുമ്പോൾ സൈക്കോട്ടിനും കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ മൊത്തം എനിക്ക് ചെയ്യാൻ പറ്റണതിൻ്റെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഒരു 4th month അല്ലേ ചെയ്യാം, അതായത് എൻ്റെ വയറ്റിൽ വാവ വന്നിട്ട് ഒരു 4 മാസമായപ്പോൾ എനിക്ക് നല്ലപോലെ ബ്ലീഡിങ് ആവാൻ തുടങ്ങി. ക്യാരി ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെ ബ്ലീഡിങ് ആവാൻ തുടങ്ങി. അതായത് ഒരു ഓണത്തിൻ്റെ സമയത്ത് അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ സമയം എന്ന് പറയുമ്പോൾ റീസൺ എന്ന് വെച്ചാൽ ഓണം സൈവിൽ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ എനിക്ക് എല്ലാ കറികളും ഉണ്ടാക്കി ഒരു ഓണസദ്യ ഉണ്ടാക്കണം എന്നാണ്. അത് ഞാൻ ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുണ്ടാക്കി ഇരിക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് 10 കൂട്ടം കറിയൊക്കെ വെച്ച് ഓണസദ്യ ഉണ്ടാക്കി. പക്ഷെ ഓണസദ്യ ഉണ്ടാക്കണ അതിന് തലേ ദിവസം എനിക്ക് നല്ലപോലെ ബ്ലീഡിങ് ആവാൻ തുടങ്ങി. ഞാൻ ഇച്ചാൻ വർക്കിന് പോയിക്കാനാണ്. ഇച്ചാൻ വിളിച്ചു പറഞ്ഞു, ഇച്ചാൻ എനിക്ക് ബ്ലീഡിങ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ഇച്ചാനെ ഉറപ്പിച്ചു, വാവ പോകാൻ പോണേന്ന് ഉറപ്പിച്ചു. പക്ഷേ ഡോക്ടറിനെ വിളിച്ച് നോക്കി, നമ്മൾ ബ്ലീഡിങ് കുറച്ച് ആ ഒരു ഫുൾ ഡേ നല്ലപോലെ ബ്ലീഡിങ്, ഞാൻ ഈവൻ പാഡ് വെച്ചിട്ടാണ് നടന്നു വെച്ചത്, അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടായി. ഡോക്ടറിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ 2-3 ഗുളികയൊക്കെ തന്നു, ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു. 2 days ഓണത്തിൻ്റെ അന്നേരപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പായി. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും ബേബി പോകണേന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യം വയറുവേദന ഉണ്ടായിരുന്നു. പ്ലാസൻ്റ താഴ്ത്തായിരുന്നു അല്ലേ, ഒരു പ്ലാസൻ്റ താഴ്ത്തായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. നോർമൽ ഒരു ഡെലിവറി ആവാൻ ചാൻസ് വളരെ കുറവായിരിക്കും എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. ഓണത്തിൻ്റെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോയി. പക്ഷേ സ്കാൻ റിപ്പോർട്ട്സിലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സുഖമുള്ള സ്കാൻ റിപ്പോർട്ടുകളൊന്നും ആയിരുന്നില്ല അല്ലേ ചെയ്യാ. ഒരു നല്ല ഈവൻ പ്ലാസൻ്റ നോർമൽ ആവണം. 9 month ആകുമ്പോൾ പ്ലാസൻ്റ നോർമൽ ആയില്ലെങ്കിൽ അത് മറ്റേ C-sectionലോട്ട് പോകും. സൈക്കൂട്ടനാണെങ്കിലും കുഞ്ഞാണ്, C-sectionലോട്ട് പോയാൽ അല്ല റെസ്റ്റ് ഒന്നും എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റണില്ല. ആ ഒരു സ്റ്റേജിലായിരുന്നു. ഭയങ്കര സഫക്കേഷൻ ആയിരുന്നു. എൻ്റെ സേറേനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 9 month ഭയങ്കര ഫാമിലി വൈസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് ചേഞ്ച് വന്ന സമയമായിരുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മെൻ്റലി ഞാൻ ഓക്കെ ആയിരുന്നില്ല, സങ്കടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇച്ചാൻ എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സങ്കടങ്ങളിലും ഉണ്ടായിരുന്നു, സന്തോഷത്തിലും എല്ലാത്തിലും ഇച്ചാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇച്ചാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തന്നെയായിരുന്നു എൻ്റെ സ്ട്രോങ്നെസ് എന്ന് പറയണതും. അങ്ങനെ സത്യം പറഞ്ഞാൽ സൈക്കൂട്ടിന് ഓരോ മന്തും നമ്മളിങ്ങനെ എണ്ണിയേണ്ടിയിരുന്നെങ്കിൽ സേറമോളുടെ എണ്ണിയിരിക്കേണ്ടി വന്നില്ല. ഫാസ്റ്റ്ലി 9 month കംപ്ലീറ്റ്. എനിക്ക് ഇഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു അല്ലേ. എല്ലാ ഫുഡ്സും ഞാൻ കഴിക്കുമായിരുന്നു. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായില്ല, ടയർഡ്നെസ് അറിയുന്നുണ്ടായില്ല. കാരണം എന്താ, ഫസ്റ്റ് പ്രഗ്നൻസി എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണോണ്ടാവാം. സെക്കൻഡ് പ്രഗ്നൻസി സേറമോളുടെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് വയറ്റിൽ ബേബി ഉണ്ട്, വയറൊക്കെ ഉണ്ടെങ്കിലും ഇവൻ്റെ പുറകെ ഓടി കിടക്കുക, ഇവന് ഫുഡ് കൊടുക്കുക, ഇവൻ്റെ കാര്യങ്ങൾ നോക്കി, വീട്ടിലെ കാര്യങ്ങൾ നോക്കി എൻഗേജ്ഡ് ആയിരുന്നു. കുറച്ച് നേരം ടയേർഡാകുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല, അവൻ എണീറ്റിരിക്കണമെങ്കിൽ. സോ റെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടൈം അങ്ങോട്ട് വേഗം ഫാസ്റ്റായിട്ട് പോയി. സയൂനെ നോക്കി, സേറമോളെ നോക്കിയില്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊന്നും കെയർ ചെയ്യുന്നുണ്ട്, ഞാനൊരു പ്രഗ്നൻ്റ് ആണെന്നൊന്നും കെയർ ചെയ്യുന്നുണ്ടായില്ല. സൈക്കൂട്ടിനെ എടുക്കുക, എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. സോ 9 month കഴിയാറായപ്പോൾ ഞങ്ങൾ 9 month ഓൾമോസ്റ്റ് ആയപ്പോൾ ഡോക്ടറിനോട് ഞങ്ങൾ പറഞ്ഞു, ഫെബ്രുവരി എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞാൽ, മാർച്ച് ഡേറ്റ് പറഞ്ഞു അല്ലേ, മാർച്ച് 1 തീയതിയാണ് എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും മാർച്ച് 1 അല്ലേ. ഞങ്ങൾ പറഞ്ഞ് എന്നാൽ ഫെബ്രുവരി 24 ഞങ്ങൾക്ക് ഡെലിവറി ആക്കി തന്നോട് ഡോക്ടറെന്ന് ചോദിച്ചു. ഞങ്ങൾ സൈക്കൂട്ടിൻ്റെ ലക്ഷ്മിയിലായിരുന്നു, സേറമോളുടെ സിറ്റി ഹോസ്പിറ്റൽ, എറണാകുളത്ത് സിറ്റി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ബീന കുമാരി ഡോക്ടറിനെയാണ് കണ്ടത്. അപ്പോൾ ഡോക്ടറിന് അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല, ബേബി ഇപ്പോൾ വരണം, അപ്പോൾ വരട്ടെ, നമ്മുടെ ഡേറ്റ് മാർച്ച് 1 അതിന് മുമ്പ് വേദന വരണ്ടേ, വേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, വേദന വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, ഡോക്ടർ പറഞ്ഞില്ല, നമ്മൾ വെറുതെ ജനനം മരണം നമുക്ക് എന്താ ഒരു വിധിയാണ്, അത് നമ്മൾ പോയി പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ സോ
നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പോകും ഇത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ 24 സൈച്ചാൻ്റെ 24 സയാൻ്റെ ജാനുവരി 24 തന്നെ വന്നതിൻ്റെ ഒരു ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. പക്ഷെ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളത് വിട്ടു. പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചൊന്നുമില്ല. മാർച്ച് 1 ഡെലിവറി ഡേറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പിന്നെ സ്കാൻ റിപ്പോർട്ട്സ് കഴിഞ്ഞ് പോയപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് 23rd നമുക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. 23 ഡെലിവറി. അപ്പോൾ ഡോക്ടർ 23 എന്നാൽ പിന്നെ 24 ചെയ്തുകൂടെ എന്ന് വരെ ചോദിച്ചു. അപ്പോൾ ഇല്ല നമുക്ക് 24 ഞാനിവിടെ ഉണ്ടാവില്ല, വേറെ അടുത്തായിരിക്കും. സോ എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് വരേണ്ടി വരും. ഇപ്പോൾ മോക്ക് പെട്ടെന്ന് എങ്ങാനും വേദന വന്നാൽ അത് ഭയങ്കര ഒരു മെഡിക്കൽ ഇതാവുമല്ലോ. സോ വേണ്ട, നമുക്ക് 23rd തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ 23rd തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നാളാന്ന് പറയുന്നത് 24. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ചെറുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ബേബി വരട്ടെ. എന്നാണെങ്കിലും അവൾ എൻ്റെ കയ്യിലോട്ട് വരണ്ടല്ലോ. ഒരു ഡേറ്റ് മാറിയതുകൊണ്ട് അവൾ നമ്മുടെ ഫാമിലിയിൽ ഇല്ലാതെ ഒന്നും ആവില്ലല്ലോ. 23rd എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ മരുന്ന് വന്ന് വേദന വേദന വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അല്ലേ. അങ്ങനെ 23rd എനിക്ക് രാവിലെ വേദന വരാളിച്ചായൻ്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് ഓണെണിച്ചായ ഞാൻ പ്രസവിച്ചിട്ട് വരുള്ളൂ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. 22 അഡ്മിറ്റ് ആയി. 23rd രാവിലെ പോണേയുള്ളോ. വേദന അതായത് മരുന്ന് തന്നിട്ട് വേദന വരുതനെ വെച്ചാൽ ഉണ്ടായിരുന്നു കൂടെ ബായ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി. എനിക്ക് മരുന്ന് തന്നിട്ട് എനിക്ക് വേദന വരുന്നില്ല. 6 o'clock ആയി, 7 o'clock ആയി, 8 o'clock ആയി, ഉച്ചയ്ക്കായി. ലേബർ റൂമിലാണ് ഞാൻ കിടക്കണത്. ഇവൻ എല്ലാ സിസ്റ്റേഴ്സും വന്നു, ഈ കൊച്ചിൻ്റെ ഇന്ന വേദന വന്നില്ല, ഇതെന്താ ഈ കൊച്ചിന് വേദന വരാത്ത. ഞാൻ അവിടെ ഇരുന്ന് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട് വേദന വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ രീതിയിലേക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ ഒരു 2:30-3 മണിയായപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോക്ക് എങ്ങനെ എന്തെങ്കിലും ആഗ്രഹം കൊണ്ടോ 24 എന്നെ പ്രസവിക്കണം എന്ന്, അതുകൊണ്ടാണോ ഇനി അങ്ങനെ ഒരു ഫീൽ പോലും വരാത്തത്, കാരണം മരുന്ന് വെച്ചിട്ട് പോലും വേദന വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് നാളെ തന്നെ എന്തായാലും ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാം, ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ ദൈവമേ 23 ചെയ്തില്ല. എൻ്റെ ആഗ്രഹം പോലെ തന്നെ 24 മോർണിംഗ് എനിക്ക് എഗെയിൻ മരുന്ന് വന്നു. അങ്ങനെ 23rd എനിക്ക് വേദനയൊന്നും വന്നില്ല. പക്ഷെ റൂമിലേക്ക് വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദനയുണ്ട്, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ഇറിറ്റേഷനും, ഈ മരുന്ന് ഇപ്പോൾ ഇത്രയും വെച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഡയലേഷനും കാര്യങ്ങളൊന്നും വന്നില്ല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം, സി സെക്ഷനിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. മരുന്ന് വെച്ചിട്ടാണല്ലോ വേദന വരേണ്ടത്. എന്തായാലും എന്താ സി സെക്ഷനിലേക്ക് പോകാനുള്ള റീസൺസ് ഒന്നും എന്താ ആ ലാസ്റ്റ് സ്കാൻ റിപ്പോർട്ട്സിൽ ഉണ്ടായില്ല. എല്ലാം നോർമൽ ഡെലിവറിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സി സെക്ഷനിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ നൈറ്റ് ആകുമ്പോൾ വരാം, ഇപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂമിലാണെങ്കിൽ ഞാൻ പോയിട്ട് ഇച്ചാൻ എന്നെ കൊണ്ട് അത്യാവശ്യം സ്റ്റെയർ കയറുക, അങ്ങനെ കുഞ്ഞു എക്സസൈസുകൾ ചെയ്യിപ്പിച്ചു നോർമൽ ഡെലിവറി ആവാനുള്ള. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നല്ലപോലെ ഉറങ്ങണം, ഒന്നിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ 24th മോർണിംഗ് എനിക്ക് മരുന്ന് വെക്കുന്നു. ഒരു 8 o'clock ആയപ്പോൾ അല്ലേ ചെയ്യാം, 8:30 മണിയായപ്പോൾ വളരെ വേഗത്തിന് പ്രസവിച്ചു. വേദന അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. ഡോക്ടർ പറഞ്ഞു ഇപ്പോഴൊന്നും വേദന വരില്ല, 4 centimeter എന്തേ ആയിട്ടുള്ളൂ, നല്ലപോലെ വേദന വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, എനിക്ക് വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നല്ല വേദന ഞാനിപ്പോൾ സഹിക്കുമെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ വരുമ്പോഴേക്കും എനിക്ക് 6 centimeter വേഗം എനിക്ക് ഡയലേഷനായി. ഒരു 8:30 ആകുമ്പോഴത്തേന് മാക്സിമം ഒരു അരമണിക്കൂർ എന്തോ അടുത്തുള്ളൂ. വേദന സ്റ്റാർട്ട് ചെയ്തു, അരമണിക്കൂറിനുള്ളിൽ ഞാൻ പ്രസവിച്ചു. അരമണിക്കൂർ എടുത്തില്ല എന്ന് തോന്നുന്നു, 20-25 minutes എന്തോ അടുത്തുള്ളൂ. വേഗം പ്രസവിച്ചു. ഫസ്റ്റും സെക്കൻഡ് ഡെലിവറിയും തമ്മിലൊരു വലിയ ഡ്യൂറേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വേഗം ഡെലിവറി ആയി. ഒരുപാട് വേദനയൊന്നും സഹിക്കണം, എന്നാലും വേദന ഉണ്ടായിരുന്നുണ്ട് കേസ്, സഹിക്കാൻ പറ്റാവുന്ന ഇത്ര വേദന ഉണ്ടായിരുന്നു. ആ കുറച്ച് ടൈമാണെങ്കിലും നല്ലപോലെ വേദന ഉണ്ടായിരുന്നു. ഞാൻ ആൺകുട്ടിയായിരിക്കുന്ന കാരണം എനിക്ക് സിംറ്റംസ് ഏകദേശം സൈക്കോട്ടിൻ്റെ പോലെ കമ്പയർ ചെയ്യുമ്പോൾ സൈക്കോട്ടിൻ്റെ അതേ സിംറ്റംസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആൺകുഞ്ഞായിരിക്കും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആകെ ഷോക്കായിപ്പോയി. എനിക്ക് ഭയങ്കര എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ആൺകുഞ്ഞുങ്ങളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആൺകുട്ടീനെ വേണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഇച്ചായൻ്റെ ഫീലിംഗ് എന്തായിരുന്നു വെച്ചാൽ, ഇവള് പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ ആൺകുഞ്ഞാൻ ഞെട്ടി. ഇച്ചായൻ നല്ലപോലെ ഞെട്ടിപ്പോയി. എല്ലാവരും ഞെട്ടിയിട്ട് എല്ലാവരും ആൺകുഞ്ഞാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ആ റൂമിലേക്ക് വന്നപ്പോൾ എനിക്ക് സൈക്കുട്ടനേക്കാളും ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഇവളെന്നെ കണ്ടപ്പോൾ ഭയങ്കര വെളുത്ത് തുടുത്തൊരു ഉണ്ടപ്പക്കുറുക്ക് വെച്ചായിരുന്നു ഇവളങ്ങനെ. ഞാൻ സാധാരണ നമ്മളെ ഒരുപാട് നേരം ഇരുത്തത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നേരം അവളെ നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കസേരയിൽ, മമ്മി പറഞ്ഞു വേണ്ട നീ കിടക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വേദന സ്റ്റിച്ചിട്ടേക്കണേൻ്റെ വേദന ഉണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, നമ്മുടെ യൂട്രസ് നോർമൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു വേദന ഉണ്ടാവും. അത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവത്തില്ല. ചില റയർ കേസസ് ആണ് യൂട്രസ് നോർമൽ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു വേദന ഉണ്ടാവും, അസഹ്യമായ വേദന. ആ വേദനയുടെ ഇൻറ്റൻസിറ്റി കൂടിയിട്ട് നമുക്ക് വൊമിറ്റ് ചെയ്യാൻ വരെ എന്തൊക്കെയോ വരും. അപ്പോൾ ആ വേദന എനിക്ക് ചെറുതായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എന്ത് ചെയ്ത് ബേബീനെ കുറേ നേരം നെഞ്ചത്തേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഞാൻ ആ 9 month കടന്നുപോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ കിടക്കണമായിരുന്നു.
എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. സൈക്കുട്ടിൻ്റെ കയ്യിൽ എനിക്ക് അങ്ങനെ ഒരു ഇതെനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ഇവളെ പറ്റി ഒന്നിനെ പറ്റി ആ 9 month കാലം ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റായ തീരുമാനം എടുക്കണം ആ മൊമെൻറ്റും അതൊക്കെ ഓർത്ത് ഞാൻ കരയുകയും ചെയ്തായിരുന്നു കേട്ടോ. അവളെ നെഞ്ചത്തോട്ട് പിടിച്ചിട്ട് ഒരു 1000 തവണ ഞാൻ ദൈവത്തിനോട് സോറി വെച്ചിട്ടുണ്ട്. അവളുടെ കൺമുമ്പിൽ കണ്ടപ്പോഴാണ് എനിക്കൊരു സന്തോഷവും എല്ലാം ആ ഒരു മൊമെൻറ്റിൽ വന്നത്. പിന്നെ അതിനെപ്പറ്റി ഒരു റിഗ്രറ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു കുഞ്ഞു മാവേനെ നല്ല ഇപ്പോഴും അവളെ കൊണ്ട് ഏറ്റവും മേടിപ്പാണ് അവനേക്കാളും. അങ്ങനെ ഇച്ചായന് ഭയങ്കര സന്തോഷമായി. ഒരു ആൺകുഞ്ഞിനെയും ദൈവം തന്നു, എനിക്കൊരു പെൺകുഞ്ഞിനെയും ദൈവം തന്നു. അങ്ങനെ ആ 7 days ഒക്കെ ഇവളെ കൊണ്ട് ഈ 7 days വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ആ 7 days ഹോസ്പിറ്റൽ ഡേയ്സൊക്കെ എനിക്ക് സമാധാനമായിട്ട് അവൾ ഉറങ്ങിയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല കുഞ്ഞായിരുന്നു. ഇവൻ്റെ പോലെ കരച്ചിലൊന്നും ഉണ്ടായില്ല. സൈക്കൂട്ടൻ കരച്ചിലായിരുന്നു, ഇവള് കരച്ചിലൊന്നും ഉണ്ടായില്ല. പാലുടിക്കുക ഉറങ്ങുക അങ്ങനെ നല്ല കുട്ടിയായിരുന്നു ഇവള്. ഇവിടെ കൊണ്ട് എനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ട്, എനിക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. സൈക്കൂട്ടനെ അതിനു മുമ്പ് സൈക്കൂട്ടൻ കാണുന്ന ഒരു സീനുണ്ട്. ആ ഷോർട്സ് അത്യാവശ്യം വൈറലാണ്. സൈക്കൂട്ടൻ എൻ്റെ ഏറ്റവും വലിയ ഇവള് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം എന്ന് പറഞ്ഞത്, അവൻ എപ്പോഴും രണ്ടാമത്തെ കുഞ്ഞ് വേഗം ആകുമ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഏജ് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ അവൻ അങ്ങനത്തെ ഒരു സങ്കടങ്ങളെ ഉണ്ടായില്ല. ഇച്ചാൻ അത് അറിയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഇച്ചാൻ അവനെ നോക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു പരിധി വരെ അവൻ ആ സങ്കടങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ഇവളെ കണ്ടപ്പോൾ അവൻ്റെ ഫേസിലുണ്ടായ ആ ചിരിയാണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. ആദ്യത്തെ ഇച്ചായനായിരുന്നു കുഞ്ഞാവനെടുത്തപ്പോഴായിരുന്നു എനിക്ക് ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം മൊമെൻ്റ് ആയിരുന്നു, ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ആ കുഞ്ഞിനെ ഇച്ചായൻ പിടിച്ചിട്ടുണ്ട്. അതേ ഒരു സെക്കൻഡ് എനിക്ക് ഈ ബേബീനെ ഇവൻ കണ്ടപ്പോൾ അവൻ്റെ ഒരു ചിരിയുണ്ട്, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ചിരിയുണ്ട് ഈ സേറമോളെ കാണുമ്പോൾ. ആ ചിരി ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ എടുത്ത് കാണാൻ നേരത്ത് ആ ഭയങ്കര ഒരു ഇന്നസെൻസ് ഉണ്ട്. അതായത് ബ്രദറും സിസ്റ്ററും നോക്കി ചിരിക്കുന്നത്. അവർ ചിലപ്പോൾ ആ വലുതാകുമ്പോൾ കാണുമ്പോൾ അവർക്ക് ഒരു ഫീലായിരിക്കും. ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ എനിക്ക് രോമാഞ്ചമൊക്കെ ഒരു കേസ്, അത് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ സായും സേറയും ഇപ്പോൾ വളർന്ന് ഒരാൾ 2.25 ഒരാൾ 1.25 വയസ്സായി. വളരെ ഹാപ്പി ആയിട്ട് പോകണം. ഹെൽത്തി ബേബീസാണ് രണ്ടുപേരും. എന്താ പറയുക, ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകൾ അറിയിക്കാണ്ട് 2 കുഞ്ഞുങ്ങളെയും തന്നു. അതൊരു ആൺകുഞ്ഞിനെ തന്നു, ഒരു പെൺകുഞ്ഞിനെ തന്നു. ഏറ്റവും വലിയ സന്തോഷം. വെയിറ്റ് ചെയ്തിരിക്കേണ്ടതൊന്നുമില്ല. ഒരു ആൺകുഞ്ഞ് വന്നിട്ട് ഒരു പെൺകുഞ്ഞിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടതൊന്നുമില്ല. കുറേ പെൺകുഞ്ഞുങ്ങൾ വന്നിട്ട് ഒരു ആൺകുഞ്ഞിനെ വെയിറ്റ് ചെയ്തു. 2 പേരും തന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകണു. 2 ഡെലിവറി സ്റ്റോറീസിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. എല്ലാം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കുറേ സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട്, കുറേ സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഹാപ്പി ആയിട്ടിരുത്തുക, മാക്സിമം സങ്കടപ്പെടുത്താണ്ടിരിക്കുക, സങ്കടം കൊടുക്കാതിരിക്കുക. ആ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു അമ്മയും കുഞ്ഞും ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഏറ്റവും സന്തോഷം കൊടുക്കേണ്ട ആ സമയം അതാണ്. അതിപ്പോൾ ഹസ്ബൻഡാണെങ്കിലും സന്തോഷം കൊടുക്കുക, വീട്ടുകാരാണെങ്കിലും എന്താ പറയുക, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറയില്ല. ആ ഒരു എനിക്ക് പറയാനുള്ളൂ. ഹാപ്പി ആയിട്ട് ഇരുത്താൻ വേണ്ടി നോക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. and then എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. and then ബൈ പറഞ്ഞോട്ടെ. ഇത് അവൾ കാണുമ്പോൾ അവൾക്ക് സങ്കടം ഉണ്ടാകുമോ ഈ വീഡിയോ?